ഇവിടെ വന്നതല്ല, ഞാൻ ഫസ്റ്റ് തന്നെ വന്നത് തൃശ്ശൂർ സഭയിലാണ്. ആ വന്ന അന്ന് മുതൽ ഇവിടം വരെ വന്നത്, ഈ സമയം വരെ എനിക്ക് ദൈവത്തിൻ്റെ കൃപകൾ മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതിൽ എൻ്റെ ഇല്ലായ്മയോ വല്ലായ്മയോ ഉണ്ടെങ്കിലും അതൊക്കെ എൻ്റെ അപ്പം തന്നതാണ്, എന്നെ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വന്നതിൻ്റെ പേരിലാണ് ഞാൻ ലാസ്റ്റ് എത്തിപ്പെടുന്നത് മെൻ്റൽ ഹോസ്പിറ്റലിൽ. ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കണ്ടാൽ ഞാൻ ഓടിപ്പോയിരുന്നു. ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം തൊട്ടടുത്തായിട്ട് ഒരു 10-13 രൂപ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒത്തിരി പേഷ്യൻറ്റിനെ സൗഖ്യമാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരെ ഞാൻ കണ്ടപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാണ് വന്നത്? പേര് രാഹുൽ എന്നാണ്. അപ്പം എന്നോട് ചേച്ചി എനിക്ക് മാനസികമായ ഡിപ്രഷനാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഡിപ്രഷൻ തന്നെ കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. അന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഒക്കെ പിരിഞ്ഞേക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട്, ഞാൻ ചുരുക്കമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് എൻ്റെ വൈഫ് ഞാൻ പിരിഞ്ഞിരിക്കുക ചേച്ചി 1.5 വർഷമാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്നേരം പറഞ്ഞു, എപ്പോഴും പിന്നെയാണ് പറയുന്നത് ചേച്ചി അത്രയും വർഷം. ഞാൻ വിചാരിച്ച ഒരു മാസത്തെങ്ങാണ്ടും പിണക്കൊക്കെ ആയിരിക്കുന്നു. എന്നിട്ട് ഇത്രയും എത്തുമെന്നറിയില്ല. അങ്ങനെ ഒത്തിരി ഭയങ്കര ഡിപ്രഷനായിട്ട് ഇവർ 2 പേരുണ്ട്, അളിയനും ഉണ്ട്, വേറൊരാളും കൂടി. 2 പേര്, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരും ഇതേപോലെ വന്നിരിക്കുന്നതാണ്. ഈ 2 പേരോട് ഞാൻ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പം എന്നോട് ചേച്ചിയായി ഞങ്ങൾ ഓടിയ ഓട്ടം ഒത്തിരി ഓടിയിട്ടുണ്ട്, പല ദൈവങ്ങളെടുത്ത് പോയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഒത്തിരി അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ ചേച്ചി പറയുന്ന ഈ ദൈവത്തിനെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. കാരണം ഇതിന് മുന്നേ മാറിപ്പോയ രോഗികൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പക്ഷേ ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം മെസ്സേജ് വരുന്ന അവൻ ഇട്ട മെസ്സേജ് ഞാൻ പാസ്റ്ററിട്ട് കൊടുത്തു. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മെസ്സേജ് തിരിച്ചും റിപ്ലൈ തന്നു. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്തും അവനെ മുടക്കി. ആ സമയത്തും വരുന്നുണ്ട് പറഞ്ഞിട്ട് എറണാകുളത്തെത്തി കഴിഞ്ഞിട്ട് ചേച്ചി ഞാൻ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞാൻ നീ വരുന്ന അപ്പോൾ ഇല്ല, അന്ന് തൃശ്ശൂരിലേക്ക് ആദ്യം വിളിച്ച് അവിടെ മുടങ്ങി. അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ആ കുട്ടി ഇവിടെ വരെ വന്നത്. പക്ഷേ വന്നിരുന്ന എൻ്റെ അപ്പം കണ്ടതുകൊണ്ട് ഇവിടെ ഒരു ദിവസത്തെ ആരാധന മുഴുവൻ കൂടിയിട്ടില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് വിടുതലായിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വിളി വന്നു. ഭാര്യയെ വിളിച്ച് 1.5 വർഷമായിട്ട് വിളിക്കാത്ത ആ ഭാര്യ ആ സമയം കൊണ്ട് വിളിച്ചിട്ട് പറയാണ്, ഞാൻ വരുന്നുണ്ട്, ആളെയും കൂട്ടി വന്നോന്ന്. അതുവരെ എത്ര ആളുകളെ വിട്ട് പറയിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ല. ബന്ധം ഒഴിവായ കോടതി കേസ് വരെ എത്തിയ കാര്യമായിരുന്നു. അപ്പോൾ അതായത് അപ്പൻ അത്രയും കൃപ കാണിച്ചു. ദൈവത്തിന് 1000 നന്ദി സ്തുതി മഹത്വം. ബ്രദർ ഇവിടെ ആരാധനയ്ക്കില്ലാത്തത് രാവിലെ അവർ കുടുംബമായി പോയി ഭാര്യയെ കൂട്ടിക്കൊണ്ടു വരികയാണ്. ഇന്നലെ രാത്രിയാണ് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയത്.